കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ ലോറിയുടമ മനാഫിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. 2 മാസം മുൻപാണ് അർജുൻ്റെ ലോറിയുടമ എന്ന പേരിൽ മനാഫ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. അർജുനെ ഷിരൂരിൽ കാണാതായതു മുതൽ ഓരോ ദിവസം പുലരുമ്പോഴും അർജുനോടൊപ്പം തന്നെ മനാഫ് എന്ന പേരും മലയാളികൾക്ക് സുപരിചിതമായി. വെറും ഒരു ലോറിയുടമ എന്നതിനപ്പുറം അർജുനെ തിരയുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് മനാഫ്. 72 ദിവസത്തോളം തൻ്റെ കോടിക്കണക്കിന് മൂല്യം വരുന്ന ബിസിനസ്സും താൻ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന തൻ്റെ ഫാമിലിയെയും വിട്ടുനിന്നാണ് മനാഫ് ഷിരൂരിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയത്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി കേൾക്കാത്ത ആരോപണങ്ങളില്ല. അർജുനെയും കൊണ്ടേ താൻ ഷിരൂരിൽ നിന്നും കേരളത്തിലേക്ക് എത്തൂ എന്ന് മനാഫ് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി പാലിച്ചിരിക്കുന്നു. ആ മനുഷ്യന് ഇത്രയൊക്കെ ധൈര്യവും നിശ്ചയദാർഢ്യവും എവിടെ നിന്ന് കിട്ടുന്നു? ഒരിക്കലും മനാഫ് താനൊരു മുതലാളിയാണ് എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. പകരം മണ്ണിലേക്കും ചളിയിലേക്കും ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങിച്ചെന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ എളിമയും. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ നിസ്സാരമായി മാറി നിൽക്കാമായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും അന്വേഷണം ശരിയായി നടക്കുന്നുണ്ടോ എന്നൊന്ന് വെറുതെ അന്വേഷിച്ചാൽ മാത്രം മതി. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും മാറി നിന്നില്ല എന്നുള്ളതാണ് സത്യം. അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു മനാഫും. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ മനാഫിനെ വാഴ്ത്തിപ്പാടുകയാണ്. മനാഫിക്ക പൊളിയാണ്, ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരും വേണ്ടത്, ഇങ്ങനെയൊരു മുതലാളിയുണ്ടോ, അദ്ദേഹത്തെ നമിക്കണം എന്നൊക്കെ പോകുന്നു സോഷ്യൽ മീഡിയ കമൻറ്റുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. അദ്ദേഹത്തിനെതിരെയും നിരവധി ആരോപണങ്ങളായിരുന്നു. വെറും 2 ദിവസങ്ങൾ കൊണ്ടാണ് ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 4 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിലേക്ക് വളർന്നത്. ഒരു ഭാഗത്ത് അർജുൻ്റെ കുടുംബം കടുത്ത സൈബർ ആക്രമണത്തിനിരയാവുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയാണ് മനാഫ്. അവരെ വെറുതെ വിട്ടേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പത്രസമ്മേളനത്തിൽ അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ വൈകാരികമായി പ്രതികരിച്ചെങ്കിലും ഒരു വാക്കുകൊണ്ടുപോലും മനാഫ് അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് തൻ്റെ ഭാഗത്തു നിന്നും അർജുൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ലോറികൾക്ക് അർജുൻ്റെ പേരിടാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ തീരുമാനം താൻ മാറ്റാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മനാഫും കുടുംബവും വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ പേര് മനാഫിൻ്റെ ലോറികൾക്കിടുന്നതിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അർജുൻ്റെ ഫാമിലി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. അതേസമയം ഇതേക്കുറിച്ച് വ്യക്തമായ മറുപടിയും മനാഫ് പറയുകയുണ്ടായി. സാഗർ കോയ എന്ന തൻ്റെ പിതാവിൻ്റെ പേര് മാറ്റി അർജുൻ എന്ന പേര് ലോറിക്കിടാൻ താൻ തീരുമാനിക്കുമ്പോൾ ഒരു തൊഴിലാളിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് തങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇപ്പോൾ അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെതിരെ അപകീർത്തിക്ക് കേരള പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ താൻ ചെയ്യാറുണ്ടെങ്കിലും ഉച്ചഭക്ഷണം എന്നൊരു പദ്ധതി തൻ്റെ മനസ്സിലുണ്ടെന്നും മനാഫ് പറയുന്നു. മനാഫിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ കുറേയേറെ മാറ്റങ്ങൾ സംഭവിക്കാനുണ്ടെന്നും അതിനുവേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും മനാഫ് പറഞ്ഞു നിർത്തുന്നു.